ജീവൻ രക്ഷിക്കേണ്ടവർ തന്നെ ജീവനെടുക്കുന്നു. സാധാരണക്കാരനായ എന്നെയും താങ്കളെയും പോലെയുള്ള ആളുകളുടെ ജീവൻ്റെ വില എത്രയാണ്? ആദ്യ ബ്രെയിനിൻ്റെയും കിഡ്നിയുടെയും പ്രവർത്തനം എന്നേക്കുമായി നിലച്ചിരിക്കുന്നു. എപ്പോൾ വേണമെങ്കിലും ഈ ഒരു കുട്ടി മരിക്കാം. ഇതറിഞ്ഞിട്ട് കൂടിയും 5 ദിവസം ഈ കുട്ടിയെ ഡോക്ടേഴ്സ് ആർട്ടിഫിഷ്യൽ വെന്റിലേറ്ററിൽ വെക്കുന്നു. 5 ദിവസത്തിനു ശേഷം കുട്ടിയെ വെന്റിലേറ്ററിൽ നിന്നും മാറ്റുന്നു. അങ്ങനെ കുട്ടി മരിക്കുന്നു. ചികിത്സയുടെ ബില്ലെന്നത് അവർ ചിന്തിച്ചതിലും അപ്പുറമായിരുന്നു. ഡെങ്കു ബാധിച്ച് 15 ദിവസം മുൻപ് അഡ്മിറ്റ് ചെയ്ത കുട്ടിയുടെ ബില്ലെന്നത് 16 ലക്ഷം രൂപയുടെ അടുത്ത്. ജീവൻ രക്ഷിക്കേണ്ടവർ തന്നെ കൊലയാളികളാകുന്ന സമയം. പണത്തിനു വേണ്ടി എന്തും ചെയ്യുന്നു. 2017 സെപ്റ്റംബർ മാസത്തിൽ ഫോർട്ടിസ് ഹോസ്പിറ്റലിലാണ് ഇത് നടക്കുന്നത്. തുടർന്നുള്ള ഇൻവെസ്റ്റിഗേഷനിൽ 108% പ്രോഫിറ്റാണ് ഈ പാരൻസിൽ നിന്നും ഈ ആശുപത്രി ഈടാക്കിയതെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞു. കൺസ്യൂമബിൾസിന് 1737%. അങ്ങനെ സാമൂഹിക സേവനം ഒരു ബിസിനസ് മോഡലായി മാറി. NPPAയുടെ റിസൾട്ട് പുറത്തു വന്നു. അതായത് ഇവർ ഇൻവെസ്റ്റിഗേഷൻ നടത്തി മനസ്സിലാക്കാൻ കഴിഞ്ഞ കാര്യം ഫോർട്ടിസ് മാത്രമല്ല, മറ്റ് 3 ആശുപത്രികളും ഇതേ രീതിയാണ് ഫോളോ ചെയ്യുന്നത്. ഇവരുടെ പ്രോഫിറ്റ് മാർജിൻ എന്നത് 1737%-ത്തിലുമധികം. WHO റിപ്പോർട്ട് പ്രകാരം 17.7 മില്യൺ ആളുകളാണ് ഹാർട്ട് ഡിസീസ് മൂലം ഓരോ വർഷവും ഇന്ത്യയിൽ മരിക്കുന്നത്. ഇതിനെ പ്രിവെൻറ്റ് ചെയ്യുവാനായി ഏകദേശം 2 ലക്ഷത്തിലധികം സ്റ്റെൻറ്റ് സർജറികളാണ് ഓരോ വർഷവും ഇന്ത്യയിൽ നടന്നു വരുന്നത്. സ്വകാര്യ ആശുപത്രികൾ ഈ ഒരു സർജറിക്ക് വേണ്ടി ഈടാക്കുന്നത് 654%-ത്തിലധികം പ്രോഫിറ്റാണ്. സാധാരണക്കാരൻ്റെ കഴുത്തറക്കുന്ന ഈ ഒരു നയത്തിനെതിരെ എന്തുകൊണ്ട് നമ്മുടെ ഗവൺമെൻറ്റിനും ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല? ഈ ഒരു വീഡിയോ നിങ്ങൾ പരമാവധി അവസാനം വരെ കാണുവാൻ ശ്രമിക്കുക. ആദിയുടെ കേസ് പരിശോധിച്ചാൽ നമുക്കൊരു കാര്യം മനസ്സിലാക്കാൻ കഴിയും. ഈ 4 മേഖലകളിൽ ആദിയെയും പേരൻസിനെയും ആശുപത്രി ജീവനക്കാർ പറ്റിച്ചു. ഒന്ന്, കുട്ടി മരിക്കുമെന്നറിഞ്ഞിട്ടും 5 ദിവസം പണത്തിന് വേണ്ടി കുട്ടിയെ ആർട്ടിഫിഷ്യൽ വെന്റിലേറ്ററിൽ വെക്കുന്നു. രണ്ടാമതായി, തെറ്റായ ബില്ലുണ്ടാക്കുന്നു. മൂന്നാമതായി, കുട്ടിക്ക് വെയർ ചെയ്യാനുള്ള ഗൗണിന് വരെ ഇവർ പണം ഈടാക്കുന്നു. നാലാമത്തതും ഏറ്റവും ഹീനവുമായ കാര്യം, ആംബുലൻസോ ഡെത്ത് സർട്ടിഫിക്കറ്റോ കുട്ടിക്ക് നൽകിയില്ല. പിന്നീടുള്ള അനുബന്ധ സേവനങ്ങൾക്കായി ആദിയുടെ മാതാപിതാക്കൾക്ക് മറ്റൊരാശുപത്രിയിലേക്ക് പോകേണ്ടതായി വന്നു. ഈ ഒരു വിഷയം വളരെ പെട്ടെന്ന് തന്നെ പ്രചാരത്തിലെത്തുന്നു. പഞ്ചാബ്, ഹരിയാന ഹൈക്കോർട്ട് ഇതിനുവേണ്ടി ഒരു റിപ്പോർട്ട് തയ്യാറാക്കാൻ ആവശ്യപ്പെടുന്നു. ഒരു ഡോക്ടറിനെതിരെ കേസുമെടുക്കുന്നു. 2 ആഴ്ചയ്ക്ക് ശേഷം ദില്ലിയിലെ മാക്സ് ഹോസ്പിറ്റലിൽ നിന്നും മറ്റൊരു വാർത്ത വരുന്നു. 2 ട്വിൻ കുട്ടികൾ ജനിക്കുന്നു. കുട്ടികൾ ജനിച്ചപ്പോൾ തന്നെ മരിച്ചുവെന്നാണ് ഡോക്ടേഴ്സ് ഡിക്ലെയർ ചെയ്തത്. കൊണ്ടുപോകുന്ന വഴിക്ക് ഒരു കുട്ടിക്ക് ജീവനുണ്ടായിരുന്നു. തൊട്ടടുത്ത നഴ്സിംഗ് റൂമിലേക്ക് കുട്ടിയെ മാതാപിതാക്കൾ അഡ്മിറ്റ് ചെയ്യുന്നു. 2 ദിവസത്തിനകം ആ കുട്ടിയും മരിക്കുന്നു. യാതൊരു ശ്രദ്ധയുമില്ലാതെയാണ് കുട്ടികൾ മരിച്ചുവെന്ന് അവർ ഡിക്ലെയർ ചെയ്തത്. കൂടാതെ കുട്ടികളെ പ്ലാസ്റ്റിക് കവറിൽ പൊതിഞ്ഞിരുന്നു. പിന്നീട് മാക്സ് ഹോസ്പിറ്റലിൻ്റെ ലൈസൻസ് ഗവൺമെൻറ് ക്യാൻസൽ ചെയ്തു. ഇന്ത്യൻ മെഡിക്കൽ സിസ്റ്റത്തിലെ തന്നെ ഹെഡായിട്ടുള്ള ആശുപത്രികളാണിവ. ഇന്ത്യയിൽ തന്നെ 10 സിറ്റികളിലായി 27 ആശുപത്രികളാണ് ഫോർട്ടിസിനുള്ളത്. മാക്സിൻ്റെ അണ്ടറിലാണെങ്കിൽ ഏകദേശം 17 ആശുപത്രികൾ. ഹൈ പ്രൊഫൈൽ മെയിൻറ്റെയിൻ ചെയ്യുന്ന ആശുപത്രികളല്ലേ ഇവ. അതുകൊണ്ടാവാം ഇവ ഇത്രയധികം പണം ഈടാക്കുന്നതെന്ന് നിങ്ങളിൽ പലരും ചിന്തിക്കാം. എന്നാൽ ചെറിയ ആശുപത്രി പോലും ഇതേ രീതി തന്നെയാണ് ഫോളോ ചെയ്യുന്നത്. 2016 ഹെൽത്ത് കെയർ റിപ്പോർട്ട് നോക്കിയാൽ ഏകദേശം $349 ബില്യൺ ഹെൽത്ത് കെയർ മാർക്കറ്റായിരുന്നു ഇന്ത്യയിലുണ്ടായിരുന്നത്. 70%-ത്തിലധികം ആശുപത്രികളും ഇന്ന് സ്വകാര്യ വ്യക്തികളുടെ കയ്യിലാണ്. കൂടാതെ കോവിഡിൻ്റെ സമയത്താണെങ്കിലും 63%-ത്തിലധികം ബെഡ് ഷെയറിംഗ് നടത്തിയത് ഈ പ്രൈവറ്റ് ഹോസ്പിറ്റൽസാണ്. ആശുപത്രികൾ എന്നത് ഇന്ന് സാമൂഹിക സേവനത്തിന് പകരം ഒരു ബിസിനസ് മോഡലായി മാറിയിരിക്കുന്നു. സാധാരണക്കാരൻ്റെ കഴുത്തിൽ കത്തിവെക്കുന്ന രീതി. 2017 ലോക്സഭാ റിപ്പോർട്ട് നോക്കിയാൽ 129 കേസിൽ 25 ഓവർ ചാർജിങ്ങിൻ്റേതായിരുന്നു. എന്നാൽ 2019 ഇതേ ഓവർ ചാർജിങ് 80 കേസുകളായി മാറി. ഒരാശുപത്രിയുടെ മാനേജ്മെൻറ്റ് ബോർഡായിരിക്കും ആശുപത്രിയെ മുഴുവനായി നിയന്ത്രിക്കുക. ഡോക്ടേഴ്സിൻ്റെ അടുത്ത് വരുന്ന രോഗികളെ കൊണ്ട് ഒരാവശ്യവുമില്ലാത്ത ടെസ്റ്റുകൾ ചെയ്യുക, ഒരാവശ്യവുമില്ലാത്ത ഓപ്പറേഷനുകൾ നടത്തുക. ഇതാണ് അവരുടെ ടാർഗറ്റ്. ഈ ടാർഗറ്റുകൾ ഡോക്ടേഴ്സ് അവർക്ക് വേണ്ടി കംപ്ലീറ്റ് ചെയ്യുകയും ചെയ്യുന്നു. ഇനി വാസ്തവത്തിൽ എങ്ങനെയാണ് ഇവർ പേഷ്യൻസിനെ സ്കാം ചെയ്യുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം. NPPAയുടെ റിപ്പോർട്ട് പ്രകാരം ഈ 4 രീതിയിലാണ് ഒരു പേഷ്യൻറ്റിൽ നിന്നും ആശുപത്രികൾ പണം ഈടാക്കുന്നത്. നമ്പർ 1 ഈസ് പ്രൊസീജിയർ ഫീ. പ്രൊസീജിയർ ഫീ എന്നത് നിങ്ങളെ അഡ്മിറ്റ് ചെയ്യുമ്പോൾ അഡ്വാൻസായി നിങ്ങൾ അടയ്ക്കുന്ന ആ ഒരു തുകയാണ്. രണ്ടാമതായി റൂം റെൻറ്റ്. നിങ്ങളെ അഡ്മിറ്റ് ചെയ്യുന്ന ആ റൂമിൻ്റെയും ബെഡിൻ്റെയും ആകെ തുക.
മൂന്നാമതായി കൺസൾട്ടേഷൻ ആൻഡ് മെഡിക്കൽ സൂപ്പർവിഷൻ, അതായത് നിങ്ങളെ ചെക്ക് ചെയ്യാൻ വരുന്ന ഡോക്ടേഴ്സിൻ്റെയും കൂടാതെ നിങ്ങളെ നോക്കുന്ന നേഴ്സിൻ്റെയും ഫീസാണ് ഇതിൽ ആകെ ഉൾപ്പെടുന്നത്. നാലാമതാണ് ട്രീറ്റ്മെൻറ്റ് ഫീ. ഇതിനെ മൂന്നായി തിരിക്കാം. 1 ഡയഗ്നോസ്റ്റിക്സ്, 2 മെഡിസിൻസ്, 3 കൺസ്യൂമബിൾസ്. ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യം നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക. സ്വകാര്യ ആശുപത്രിയിലെത്തുന്ന ഒരു വ്യക്തി ആദ്യം കൺസൾട്ടേഷൻ ഫീ നൽകി ഡോക്ടറെ കാണാൻ കയറുന്നു. ഡോക്ടർ ആ വ്യക്തിയെ അഡ്മിറ്റ് ചെയ്യുന്നു. പേയ്മെൻറ്റ്സ് എല്ലാം ചെയ്ത സ്ഥിതിക്ക് ആ വ്യക്തി ട്രീറ്റ്മെൻറ്റിനായി പോകുന്നു. ഇനിയാണ് യഥാർത്ഥ സ്കാം നടക്കാൻ പോകുന്നത്. ട്രീറ്റ്മെൻറ്റിൻ്റെ മറവിൽ യഥാർത്ഥ കള്ളത്തരം. ആ ഒരു വ്യക്തി ആദ്യം ഡയഗ്നോസിസിലൂടെ കടന്നു പോകുന്നു. പിന്നീട് അദ്ദേഹത്തിന് മെഡിസിൻസ് നൽകുന്നു, കൂടാതെ കൺസ്യൂമബിൾസും. ഡോക്ടേഴ്സ് യാതൊരു ആവശ്യവുമില്ലാതെ നിങ്ങളെക്കൊണ്ട് പല ടെസ്റ്റുകളും ചെയ്യിപ്പിക്കുന്നു, മനഃപൂർവ്വം നിങ്ങളുടെ ബില്ല് കൂടുവാൻ വേണ്ടി. കൂടാതെ നിങ്ങളുടെ ചികിത്സയ്ക്കായി ഇവർ ഉപയോഗിക്കുന്ന ചെറുതും വലുതുമായ എല്ലാ വസ്തുക്കളുടെയും ആകെ തുക നിങ്ങളിൽ നിന്നും 3 ഇരട്ടി വലുപ്പത്തിലാണ് ഇവർ ഈടാക്കുന്നത്. ഇതിനെ വേണമെങ്കിൽ രണ്ടായി തിരിക്കാം. ഒന്നാമത്തത് നോൺ ഷെഡ്യൂൾഡ്, 1192% ലാഭം. ഷെഡ്യൂൾഡിനാണെങ്കിൽ 357%. സ്വകാര്യ ആശുപത്രികളുടെ സ്കാം ഇവിടെയും അവസാനിക്കുന്നില്ല. നിങ്ങൾ ഡിസ്ചാർജ് ആകുന്ന സമയത്ത് ഡോക്ടർ നിങ്ങളോട് പറയുന്നു, അടുത്ത ആഴ്ച അല്ലെങ്കിൽ അടുത്ത മാസം നിങ്ങൾ വീണ്ടും വരണം, കുറച്ചുകൂടി നമുക്ക് ടെസ്റ്റുകൾ നടത്താനുണ്ട്. ഇങ്ങനെ പറഞ്ഞ് നിങ്ങളുടെ കയ്യിൽ നിന്ന് പണം വാങ്ങുന്നു, നിങ്ങൾക്ക് മെഡിസിൻസ് നൽകുന്നു. നിങ്ങളുടെ രോഗമിട്ട് ശരിയാകുന്നുമില്ല. കൂടാതെ ഫാർമസിയിൽ നിന്ന് മാത്രം നിങ്ങൾ മരുന്ന് വാങ്ങുക, അല്ലാത്ത പക്ഷം ഞങ്ങൾക്ക് നിങ്ങളെ ചികിത്സിക്കാൻ കഴിയുകയില്ല എന്നുള്ള സ്റ്റേറ്റ്മെൻറ്റ് കൂടി. മെഡിസിൻ സ്കാംസ് എന്നത് വളരെയധികം ഇന്ന് വ്യാപകമായി നടന്നു വരുന്നു. ആശുപത്രികൾ ബൾക്കായി ഫാർമസിയിലേക്ക് മരുന്നുകൾ വാങ്ങുന്നു. അതുകൊണ്ട് തന്നെ ഇവർക്ക് നല്ല രീതിയിലുള്ള ഡിസ്കൗണ്ട് ലഭിക്കുന്നു. കൂടാതെ ഇവർക്കവിടെ നഷ്ടവും ഉണ്ടാകുന്നില്ല. ഇതേ സാധനം തന്നെ ഇവർ MRPയേക്കാൾ കൂടുതൽ വിലയ്ക്ക് സാധാരണക്കാരിലേക്ക് എത്തിക്കുന്നു. നമുക്ക് ഇതിൻ്റെ MRP അറിയാത്തതുകൊണ്ട് ഇവർ പറയുന്ന വിലയ്ക്ക് അത് വാങ്ങുന്നു. പണത്തിന് പിന്നാലെ ഇവർ ഓടുന്ന സാഹചര്യത്തിൽ സാധാരണക്കാരനായ ഒരു വ്യക്തിക്ക് അവൻ അർഹിക്കുന്ന ഒരു ട്രീറ്റ്മെൻറ്റ് ലഭിക്കുന്നില്ല. കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ മുഴുവനായി ഇല്ലാതായി മാറുന്നു. ഈയൊരവസ്ഥ ഒരുപക്ഷെ നിങ്ങൾക്കും ഉണ്ടായിട്ടുണ്ടാകാം. ഏതെങ്കിലും ഒരു രോഗത്തിന് നിങ്ങൾ ആശുപത്രിയിലേക്ക് ചെല്ലുന്നു. അതിൻ്റെ ഫലമായി നിങ്ങൾക്ക് കുറേ മെഡിസിൻസും ചെക്കപ്പും ചെയ്തു നൽകുന്നു. എന്നാൽ രോഗം എന്താണെന്നോ രോഗത്തിൽ നിന്ന് ശാശ്വത പരിഹാരമോ നിങ്ങൾക്ക് ലഭിക്കുന്നില്ല. നിങ്ങൾ ആശുപത്രികൾ മാറുന്നു. പണം പോകുന്നതല്ലാതെ യാതൊരു പരിഹാരവും നിങ്ങൾക്ക് ലഭിക്കുന്നില്ല. ആശുപത്രികൾക്ക് രോഗികളുടെ കയ്യിലുള്ള പണം മാത്രം മതി. രോഗികൾ മരിച്ചാലും ജീവിച്ചാലും ഇവർക്കൊന്നുമില്ല. ഈയൊരവസ്ഥയിൽ സാധാരണക്കാരൻ്റെ ജീവൻ്റെ വില എത്രയാണ്? ഞാൻ ആദ്യം ചോദിച്ചതുപോലെ ജീവൻ രക്ഷിക്കേണ്ടവർ തന്നെ ജീവൻ എടുക്കുന്ന അവസ്ഥ. എന്തുകൊണ്ടാണ് ഗവൺമെൻറ് യാതൊന്നും ചെയ്യാത്തത്? ഗവൺമെൻറ് പോളിസികളുണ്ട് എങ്കിൽ പോലും ഇത് പകുതിയിലധികം പാവപ്പെട്ട ജനങ്ങൾക്കും ലഭിക്കുന്നില്ല. അവർ വീണ്ടും സ്വന്തം കയ്യിൽ നിന്ന് തന്നെ പണം അടയ്ക്കേണ്ട അവസ്ഥയാണ്. പല ആശുപത്രികളും ഈ സ്കീമിൽ അവരെ സഹായിക്കുന്നുമില്ല. ഹെൽത്ത് കെയർ എക്സ്പെൻസ് എന്നത് 3 മടങ്ങായി വർദ്ധിച്ചിരിക്കുന്നു. ഈ അൺറെഗുലേറ്റഡ് പ്രൈവറ്റ് ഹോസ്പിറ്റലുകൾ കാരണം സാധാരണക്കാരനായ ഒരു വ്യക്തി പോവർട്ടി ലൈനിന് താഴെയാണ് പോകുന്നത്. ഏകദേശം 6 കോടി ജനങ്ങൾ ഇന്നും ഇതേ മെഡിക്കൽ ഡെബിറ്റ് കാരണം പോവർട്ടി ലൈനിൻ്റെ താഴെയാണ്. ഭരണഘടന പരിശോധിച്ചാൽ ആരോഗ്യമെന്ന മേഖല സ്റ്റേറ്റുകൾക്കാണ് നൽകിയിരിക്കുന്നത്. അതിൽ നിയമം നിർമ്മിക്കാനുള്ള അവകാശം അവർക്കാണ്. എന്നാൽ 2010 ദ ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെൻറ്റ് എന്ന ആക്ട് പാസ്സാക്കുകയുണ്ടായി. എന്നാൽ വളരെ വിഷമകരമായിട്ടുള്ളൊരു കാര്യം, ഈ ഒരു ആക്ട് പല സംസ്ഥാനങ്ങളിലും ഇന്നേ വരെ ഇംപ്ലിമെൻ്റ് ആക്കാൻ സാധിച്ചിട്ടില്ല. നേരിയ ചില സംസ്ഥാനങ്ങളെ മാറ്റി നിർത്തിയാൽ ഇന്നും ഈ ഒരു ആക്ട് ഫെയിലിയർ തന്നെയാണ്. സംസ്ഥാന ഗവൺമെൻറ് കേന്ദ്ര ഗവൺമെൻറ്റിനെയും കേന്ദ്ര ഗവൺമെൻറ് സംസ്ഥാന ഗവൺമെൻറ്റിനെയും കുറ്റം പറയുന്നു. സാധാരണക്കാർ ഇതിൻ്റെ നടുവിൽ കിടന്ന് വലിയുന്നു. ഇതിനെല്ലാം അർത്ഥം ഇതിനൊന്നും യാതൊരുവിധ സൊല്യൂഷനും ഇല്ല എന്നാണോ? ഇപ്പോഴുള്ള ഇതേ വ്യവസ്ഥ തന്നെ മുന്നോട്ട് പോകുമെന്നാണോ? ഒരിക്കലുമല്ല. പ്രധാനമായും 3 സൊല്യൂഷൻസാണ് ഇതിനുള്ളത്. പബ്ലിക് ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യുക. ജനസംഖ്യയിൽ ഇന്ത്യ 1-ാമതും GDPയിൽ 5-ാമതും. എന്നാൽ പബ്ലിക് ഹെൽത്ത് എക്സ്പെൻഡിച്ചർ 2% പോലുമില്ല. ഇത് 5% ആയാലേ സാധാരണക്കാരുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ ആരോഗ്യത്തിൽ ചെറിയ രീതിയിലെങ്കിലും മാറ്റം വരൂ. പബ്ലിക് ഹെൽത്ത് സെക്ടർ ഇംപ്രൂവ് ആയാൽ ഇത് പ്രൈവറ്റ് സെക്ടറിലുള്ള നമ്മുടെ ആശ്രയത്വം കുറയ്ക്കും. ഈ ഒരൊറ്റ മാറ്റം സ്വകാര്യ വ്യക്തികളിൽ നിന്നുമുള്ള ചൂഷണത്തിൽ നിന്നും സാധാരണക്കാരനെ രക്ഷിക്കും. രണ്ടാമതായി, സംസ്ഥാന സർക്കാരുകൾ തന്നെ ആശുപത്രികളെ റെഗുലേറ്റ് ചെയ്യുക. ഒരു ഓഡിറ്റിംഗ് കമ്മിറ്റിയെ നിയമിക്കുക. ബില്ലുകളിൽ ക്രമക്കേടുണ്ട് എങ്കിൽ ശക്തമായ നടപടികൾ എടുക്കുക. ഈ ഒരു വ്യവസ്ഥ ഇല്ലാത്തിടത്തോളം കാലം ആശുപത്രിയിൽ അവർ പറയുന്ന പണം സാധാരണക്കാർ നൽകേണ്ടതായി വരും. മൂന്നാമതായി, ചോദ്യങ്ങൾ ചോദിക്കുക. നിങ്ങളുടെ നേരെ നടക്കുന്ന അനീതിയെ നിങ്ങൾ പരിപൂർണമായി ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോയാൽ ഇത് നാളെ മറ്റൊരു വ്യക്തിക്കും നടക്കും.
അത് ഉണ്ടാവാതിരിക്കാൻ നിങ്ങൾ ചോദ്യങ്ങൾ ചോദിക്കുക. മറ്റാളുകളിലേക്കും നിങ്ങൾക്ക് നടന്നിട്ടുള്ള ഈ ഒരു അനുഭവത്തെ ഷെയർ ചെയ്യുക. ഇത് ഗവൺമെൻറ്റിൻ്റെ മുകളിൽ പ്രഷർ ഉണ്ടാക്കും. നമ്മൾ ശബ്ദമുയർത്തിയാൽ മാത്രമേ ഗവൺമെൻറ്റിനാണെങ്കിലും നമ്മെ സഹായിക്കാൻ കഴിയൂ. ഈ ഒരു വിഷയത്തെപ്പറ്റി നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്ന് കമൻറ്റ് ചെയ്ത് പറയാൻ മറക്കരുത്. വീഡിയോ ചെറിയ തോതിലെങ്കിലും ഇഷ്ടമായിട്ടുണ്ടോ എങ്കിൽ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് നൽകുകയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ബെൽ ഓളിൽ ഇനേബിൾ ചെയ്യുകയും വേണം. കൂട്ടുകാരുമായി വീഡിയോ പരമാവധി ഷെയർ ചെയ്യുക. ഈ ഒരു വീഡിയോയുടെ ലക്ഷ്യം സ്വകാര്യ സ്ഥാപനങ്ങളെല്ലാം ഇങ്ങനെയാണ് എന്നല്ല, മറിച്ച് നിങ്ങൾക്ക് ഒരു അവയർനെസ് നൽകുക എന്നത് മാത്രമാണ്. മറ്റൊരു ഇൻട്രസ്റ്റിംഗ് വീഡിയോയുമായി ഞാൻ വീണ്ടും വരുന്നതുവരേക്കും എന്നത്തെയും പോലെ താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് ഗുഡ് ബൈ.